നമസ്തേ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എനിക്ക് ചിരിക്കാനുമില്ല, ചിന്തിപ്പിക്കാനുമില്ല, കുറച്ച് വായി തോന്നിയൊക്കെ പറയാനാണ് തോന്നുന്നത്. പിന്നെ നമ്മളിന്നൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഇന്നത്തെ നിയമങ്ങൾ മാറി മറിഞ്ഞു വന്ന കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിച്ചില്ലെങ്കിൽ തിരിച്ച് നമ്മുടെ മണ്ടയ്ക്ക് തന്നെ വരും. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നു, എൻ്റെ ചിന്താഗതിയെ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം ഇന്ന് ഈ സമൂഹത്ത് നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. അതിപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോണിൽ നിന്നാണ് നിങ്ങൾ ഇതെല്ലാം ചലിപ്പിക്കണേ. ഇപ്പം നിങ്ങളുടെ പേരിൻ്റെ ഒറിജിനൽ പേര്, ഇപ്പം നിങ്ങളുടെ പേരിപ്പം സദാശിവൻ അല്ലെങ്കിൽ ഒരു ലീലാവതി എന്നായിക്കോട്ടെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്യൂക്ക് നെയിം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ മറ്റൊരാളെ പറ്റിയിട്ട് വിമർശിക്കുകയും അപവാദങ്ങൾ പറയുകയും അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയും മറ്റൊരാൾക്ക് ഹേർട്ട് ആവുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മളൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും അത് പരാതിപ്പെടാൻ തയ്യാറാണ്. അതിന് ഉദാഹരണമാണല്ലോ രമേശ് ചെന്നിത്തല സാറിനെ അപമാനിച്ചതിൻ്റെ പേരിൽ ഒരുത്തനെ കയ്യോടെ പൊക്കിയകത്തിട്ടത്. അതിപ്പം പുള്ളിക്കാരൻ ഇച്ചിരി മന്ത്രിയും പുള്ളി ഹൈ അതോറിറ്റിയൊക്കെ ആയതുകൊണ്ട് പടക്കേന്ന് പറഞ്ഞ ആളെ പൊക്കി. പക്ഷേ നമ്മൾ സാധാരണക്കാർ കംപ്ലയിൻറ്റ് കൊടുത്താൽ 6 മാസം, 1 വർഷം, 2 വർഷമൊക്കെ ആവും. പക്ഷേ വേറൊരു കുഴപ്പമിനകത്ത് വരുന്നത്, നിങ്ങൾ ചെറുപ്പക്കാരാണ് ഇങ്ങനെ കമൻറ്റ് ഇടുന്നതെങ്കിൽ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ എഗനിസ്റ്റ് ആയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കും, അത് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞാൽ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എൻക്വയറി വരികയും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനൊക്കെ അവർ വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മുഹൂർത്തങ്ങളിലായിരിക്കും. അതായത് ചിലപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടി എയർപോർട്ടിലായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്താ പറയുക, മെഡിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ മാരേജ് ആവും. അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നടക്കുമ്പോഴായിരിക്കും ഈ പണ്ടങ്ങാണ്ട് കൊടുത്ത കേസിൻ്റെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളുമായി നിങ്ങളാണെന്ന് കണ്ടെത്തി നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ, നിങ്ങളെ ചോദ്യം ചെയ്യാൻ പോലീസ് വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ ജീവിതമാണ് നശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, അല്ലെങ്കിൽ സഹോദരികളോട്, അമ്മ, അച്ഛൻ, എൻ്റെ പ്രായമുള്ള എൻ്റെ സഹപാഠികളോടൊക്കെ എനിക്ക് ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ വിമർശിക്കാം, നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ചിന്താഗതികൾ എന്താണോ നിങ്ങൾക്ക് എഴുതാം, പറയാം. പക്ഷെ അത് വേറൊരു വ്യക്തിനെ അവർ ഇൻസൾട്ട് ചെയ്യുന്നതോ അവരുടെ ലൈഫിൽ ഇടപെടുന്ന രീതിയിലോ ആകരുത്. അങ്ങനെ ആയാൽ കർമ്മ എപ്പോഴും തിരിച്ചു വരും. അത് എപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് ഒരിക്കലും പറയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല പോയിന്റ് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ സമൂഹം തിരിച്ചു വരുന്നത്. അതോട് നമ്മൾ അടിമുടി തകരും. പിന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രേണുസുതി ബിഷപ്പ് പ്രശ്നങ്ങൾ, അതായത് ഒരു 4-5 മാസം മുമ്പ് വരെ, ഒരു 10 മാസത്തിനുള്ളിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് നിങ്ങൾ ആ ബിഷപ്പ് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ അച്ചാരം തെറി വിളിക്കുന്നത്, നമ്മുടെ രേണുവിനെ ചീത്ത വിളിക്കുന്നത്, രേണുവിനെ പറ്റിയിട്ട് പറയാൻ പാടില്ലാത്ത സകല വൃത്തികേടുകളും പറയുന്നുണ്ട്. പുള്ളിയാണ് ആക്ച്വലി രേണുസുതിയുടെ ഈ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നതും അത് മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള ഒരു ഇടവേള എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന പുള്ളിയാണ്. ഈ പുള്ളിനെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ പുള്ളി സസന്തോഷം മുന്നിൽ ചെന്നിരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പുള്ളി രേണുസുതിയെ പറ്റി പറയാൻ പറ്റുന്ന അത്രയും എന്താ പറയുക അപവാദങ്ങൾ മുഴുവൻ പറയുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ പുള്ളി വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ബിഷപ്പുമാരെയൊക്കെ ജോലി എന്താണെന്ന് നമ്മൾ സാധാരണക്കാർ പുള്ളിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് തോന്നുന്നു. കാരണം ഞാനൊരു കാര്യം പറയും, ഈ പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. കാരണം 2 തരത്തിൽ സംസാരിക്കും. പുള്ളിക്കൊരു നിലപാടില്ലാത്ത ആളാണ്. ആ പുള്ളി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചോദിക്കില്ലേ, നീ ഇപ്പോൾ പ്രാർത്ഥിച്ചത് പിന്നെയും പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചോദിക്കും, നീ ഇപ്പോൾ പ്രാർത്ഥിച്ചത് തന്നെ കുറച്ച് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ ഒരവസ്ഥയാണ്. അപ്പോൾ നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിഷപ്പിൻ്റെ ജോലി എന്താണ്? പരദൂഷണം പറയുകയാണോ? അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കൈകടത്തുകയാണോ? എനിക്കറിയില്ല. ഒരു ബിഷപ്പ്, എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഭയിലെ ഒരു മുതിർന്ന വ്യക്തി, അല്ലെങ്കിൽ ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സ്ഥാനമുള്ള ആളാണല്ലോ. ആ പുള്ളി കുർബാന കൊള്ളുക, സഭയെ കുറച്ചും കൂടി മുന്നിലേക്ക് കൊണ്ടുപോകാൻ, അതായത് കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, ആൾക്കാരുമായിട്ട് നല്ല ഇടപെടുക, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥന ചെയ്യുക, കുടുംബങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, പിന്നെ എന്താ പറയുക മാമോദിസ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു പള്ളിയിൽ എന്തെല്ലാം കാര്യം വരുന്നുണ്ട്. ഒരു പള്ളിയുടെ ഉയർച്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ അത്രയും തിരക്കുള്ള ഒരു ബിഷപ്പ് അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇത്രമാത്രം ഇൻ്റർഫിയർ ചെയ്യാൻ മാത്രം ടൈം എവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടത്തുള്ള അച്ഛന്മാരുടെ അയ്യോ മോനെ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ, അയ്യോ ഞാൻ ഓർത്ത്, കാരണം എൻ്റെ സമയപരിധിയാണ്, എനിക്ക് അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് ആ വീട്ടിൽ ഒരു പിന്നെ എന്താ പറയുക നമ്മൾ പറയും കയറി താമസത്തിന് നമ്മളൊക്കെ എന്താ പറയുക ഹോമം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ അച്ഛന്മാരൊക്കെ എന്താ ചെയ്യുന്നത്, അവിടെ പോയിട്ട് കുരിശ് വരയ്ക്കുക, എന്തൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അതാണിത്. അങ്ങനെ ഫുൾ ടൈം ബിസിയാണ്. നമ്മുടെ ഈ സഹജീവികൾ പറഞ്ഞ് എനിക്കറിയാം, അവർ അച്ഛന്മാരൊക്കെ തിരക്കാണ് കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു അച്ഛന് യാതൊരുവിധ ജോലിയും ഇല്ലെന്നുള്ളതാണ്. സത്യം, ഈ ബിഷപ്പിന് യാതൊരു ജോലിയുമില്ല. പുള്ളിയുടെ ആകെ ഒരു ജോലി, പുള്ളി കുറച്ച് നാൾ എന്താ രേണുസുതി അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ, കിച്ചു പാവം എന്ന് പറഞ്ഞു നടന്നു. ഇപ്പോൾ കിച്ചു മോശക്കാരനായി. എനിക്കറിയാൻ വേണ്ടി ഈ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതികളിലൊക്കെയുള്ള സ്ത്രീകൾ, അതായത് പ്രായം ചെന്ന ഒരു 50+, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളൊക്കെ എന്ന് പറയുമ്പോൾ മിക്കതും ആരും വരും അതിന് ബഹളം വയ്ക്കാൻ വരേണ്ട, ഒരു 60% ആൾക്കാരുടെ കാര്യം പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ട് ആൾക്കാർ പരദൂഷണം, പരസ്പരം വഴക്കടിക്കൽ, പിന്നെ അവരുടെ അടുത്ത് നിന്ന് പിന്നെ പറഞ്ഞു കൊടുക്കും ഓരോന്ന്, നിന്നെപ്പറ്റി അവരിങ്ങനെ പറഞ്ഞു, നീ അങ്ങനെ
മനസ്സിലായി, കുത്തിത്തിരിപ്പ്, അത് തന്നെ കാര്യം. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ഓരോ ഇൻ്റർവ്യൂ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അച്ഛൻ ശരിക്കും പറഞ്ഞ ഒരു ബിഷപ്പായിട്ടല്ല ആയിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല, പകരം വരാത്ത തൊഴിലുറപ്പിലോ കുടുംബശ്രീയിലെ വല്ല സെക്രട്ടറി പ്രസിഡൻറ്റോ ആയിരിക്കേണ്ട വ്യക്തിയാണ്. കാരണം അപ്പം അതിനുള്ള സകല കഴിവും ഈ പുള്ളിക്കുണ്ട്. പുള്ളിയുടേതായ പണി എടുക്കാൻ പുള്ളിക്കില്ല. പുള്ളി പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ എന്തോന്ന് ഉത്തരവാദിത്തം? രേണുസുധിയുടെ കുടുംബത്തിൽ കയറി കൈയാൾ ആടുക, അല്ലെങ്കിൽ ആ പെണ്ണ് പറയുന്നത് വെള്ളം തൊടാതെ തൊണ്ട വിഴുങ്ങിയിട്ട് ഇത് ഛർദ്ദിക്കലോ, ഇതാണോ ഒരു അച്ഛൻ്റെ ജോലി? എനിക്കറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ, നിങ്ങൾ ദാനം ചെയ്ത ഭൂമി ഈ വർഷം ഒന്ന് കഴിഞ്ഞല്ലോ, ഞാൻ കൊടുത്ത ഭൂമി 5 ചോദിച്ചെടുത്ത് 7 കൊടുത്തു. സാധാരണ കയ്യിൽ പുരോഹിതന്മാർ പറയുന്നൊരു വാക്കാണ്, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല എന്ന്. ഓട്ടെ, നിങ്ങൾ വലം കൈ കൊടുത്ത് ഇടം കൈ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിഞ്ഞു, നിങ്ങളുടെ ബന്ധുക്കൾ അറിഞ്ഞു, നിങ്ങളെ ആരാധിക്കുന്നവർ അറിഞ്ഞു, അങ്ങനെ എല്ലാവരും പറഞ്ഞു ശരി ഓക്കെ സമ്മതിച്ചു, നിങ്ങളൊരു മനസ്സിൽ എന്താ പറയുക, നിങ്ങളൊരു നല്ലൊരു മനുഷ്യനാണ്, മനസ്സിൻ്റെ ഉടമയാണ്, നിങ്ങളൊരു മാലാഖയാണ്, ശരി സമ്മതിച്ചു, നിങ്ങളെല്ലാം ചെയ്തു, ഈശ്വരൻ്റെ പുത്രനാണ്, എല്ലാം സമ്മതിച്ചു. ആ പേരും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കോലാഹലം ഉണ്ടാക്കാൻ നാണമില്ലയോപ്പാ? അറിയാൻ വേണ്ടി വയ്ക്കുകയാണ്. ബിഷപ്പ് എന്നാണോ മാനം ഇല്ലേ? ബിഷപ്പിൻ്റെ കാര്യം നോക്കൂലേ? ഇപ്പം ബിഷപ്പ് പറയുന്നുണ്ട് രേണുസുധിക്ക് അസുഖമായപ്പോൾ അവർ കുടുംബത്തോട് വന്ന് മാപ്പരെന്നോ ചോദിച്ചോ, നിങ്ങൾ മാപ്പ് കൊടുത്തു, അവിടം വരെ ഓക്കെ. അവർ വിളിച്ചത് പ്രകാരം, ഒഫീഷ്യലി എന്നെ വിളിച്ചത് പ്രകാരം ഞാൻ വീട്ടിലെത്തി, അതും ഓക്കെ. പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു, അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ആ സമയം കിട്ടുമ്പോൾ ഓക്കെ. അപ്പം എന്താ പറയുക, ക്യാൻസർ സ്ത്രീയാണ്, അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സഹായിക്കും, അതും ഓക്കെ, ഇതെല്ലാം ഓക്കെ. പക്ഷെ അവരുടെ ഫാമിലിയിൽ കിച്ചു എന്തോ ആയിക്കോട്ടെ, കിച്ചുവിന് ഇപ്പം മോശ സ്വഭാവം എന്ത് മാങ്ങത്തൂലായിക്കോട്ടെ, ഇതൊക്കെ പറയാൻ ബിഷപ്പിന് എന്താ അവകാശം? ബിഷപ്പിൻ്റെ കാര്യം നോക്കിയപ്പോൾ ഒരു കാര്യവുമില്ലാതെ ബിഷപ്പ് എന്തിന് മറ്റൊരാളുടെ ലൈഫിൽ കയറി ഇൻ്റർഫിയർ ചെയ്യണം? അതുപോലെ തന്നെ ബിഷപ്പ് ഇപ്പോൾ പറയുന്നത് ഞാൻ ആ കൊച്ചിനെ തേജോവധം ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇടപ്പ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലല്ലേ ഇയാൾ പറഞ്ഞത് രാഹുൽ ദാസ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ ആളെ വെച്ച് വീഡിയോ കൊടുപ്പിക്കുന്നു. ഇപ്പോൾ പറയണേ എന്നെ ആൾക്കാർ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു ഞാൻ ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വരണ്ട, ഈ ഭാഗത്തേക്ക് ഞാൻ ദാനം ചെയ്ത വീടാണ്. അപ്പോൾ നിലപാടില്ലാത്ത ഒരു മഹാവ്യക്തിയാണ് താങ്കൾ. സത്യം പറഞ്ഞാൽ ആ ഒരു കുപ്പായത്തിനകത്തോ ആ സഭയിലോ ഇരിക്കാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതെനിക്ക് വൃത്തിയായിട്ട് മനസ്സിലായി. ഇത്രയെങ്കിലും പറയണം. അനാവശ്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹമുണ്ട്, കളിയാക്കി പറയണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ട, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, പ്രായത്തിന് റെസ്പെക്റ്റ് ചെയ്യണം, ആ കുപ്പായത്തിന് റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പറയാണ്. അച്ഛൻ സ്വയം ഇതൊക്കെ മനസ്സിലാക്കി തിരുത്തി അച്ഛന് പോയാൽ അച്ഛന് കൊള്ളാം, അല്ലെങ്കിൽ അച്ഛൻ ആ പട്ടം ഉപേക്ഷിച്ച് തൊഴിലുറപ്പിന് ചേർന്നായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, കുറച്ച് കാര്യങ്ങൾ ഈസിയാണ്. അതുപോലെ തന്നെ അച്ഛൻ ഈ കൊടുത്ത വസ്തുവിൻ്റെ അധികാരത്തെ പറ്റി പറഞ്ഞല്ലോ, ഇപ്പോഴും അധികാരമുണ്ട് എന്നുള്ള രീതിയിലല്ല അച്ഛൻ സംസാരിക്കുന്നത്. ഒരു മിനിറ്റ് ഞാനിപ്പോൾ പറയാം കേട്ടോ. നാഴിക നാൾപ്പെട്ട് ഞാൻ ദാനം കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന അച്ഛൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒന്ന് ചെറിയ തോതിൽ ഒന്ന് റിസർച്ച് ചെയ്തു. അപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ ഇഷ്ടദാനം നൽകിയതാണ് എന്ന് പറയുന്നുണ്ട്. ഇഷ്ടദാനം നൽകിയത് അച്ഛൻ്റെ അച്ഛൻ സ്വന്തം ഇഷ്ടത്താൽ കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്ന ആ വസ്തുവിന് ഇപ്പോൾ പൂർണ്ണ അവകാശം ആർക്കാണ്? കിച്ചുവിനും ഋതപ്പനുമാണ്. എന്തെങ്കിലും കണ്ടീഷൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വസ്തു അച്ഛന് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇന്ന പ്രശ്നം കൊണ്ട് എനിക്ക് തിരിച്ചു വാങ്ങാം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ വസ്തു അച്ഛന് തിരിച്ചു വാങ്ങാം. അല്ലാത്ത പക്ഷം ഈ വസ്തു കരവടച്ച് രസീത് വാങ്ങിക്കുന്ന ആളാരാണോ ആ വ്യക്തി, അപ്പോൾ കിച്ചു ആണെങ്കിൽ ആ വ്യക്തിയാണ് ഈ വസ്തുവിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി. കിച്ചുവിനും ഋതപ്പനും മാത്രമാണ്. അവർക്ക് ആണ് ആ വസ്തു കൈകാര്യം ചെയ്യാനും ആ വസ്തു എന്തെങ്കിലും പണയം വിൽക്കണോ കൊണ്ട് നടക്കണോ, അതിനകത്ത് വീട് വെക്കണോ, കൊട്ടാരം വെക്കണോ, കുളം കുത്തി മീനെ വളർത്തണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഈ 2 വ്യക്തികൾ മാത്രമാണ്. അത് കഴിഞ്ഞ് മറ്റൊരു പോയിന്റ് കൂടി ഞാൻ പറയാം. ഈ വസ്തു തിരിച്ചു വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനത് പറ്റുള്ളൂ. അച്ഛനത് കണ്ടീഷൻ വെച്ചിട്ടാണ് ഇവർക്ക് എഴുതി കൊടുത്തത്. ഒരു കണ്ടീഷനും ഇല്ലാതാണ് അച്ഛൻ ആ വസ്തു എഴുതി കൊടുത്തതെങ്കിൽ ആ വസ്തു തിരികെ വാങ്ങിക്കാനോ ചോദിക്കാനോ യാതൊരുവിധ അവകാശവും അച്ഛനില്ല. അല്ലെങ്കിൽ അങ്ങനെ അത്രയും റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ വസ്തു അവരറിയാതെ അച്ഛൻ ഇത് മറ്റൊരാൾക്ക് അച്ഛനായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ഓൾറെഡി അവരുടെ പേരിൽ പോയി അവർ കരം കിട്ടുന്ന രസീതൊക്കെ വാങ്ങിച്ചു വെക്കുന്ന അവർ കരം അടയ്ക്കുന്നുണ്ട് അല്ലേ, ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പം ഈ വസ്തു അച്ഛനതെടുത്ത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അത് ഇവർക്ക് പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നും ആ സ്ഥലത്തിൻ്റെ വീടിൻ്റെ ഉടമസ്ഥർ കിച്ചും ഋതപ്പനുമാണ്. ഈ സ്ഥലം കൈവിട്ട് പോകരുത്, കിച്ചുവിന് പോകരുത് എന്നാലോചിച്ച് അല്ലെങ്കിൽ ഓർത്തിട്ടാണ് തങ്കച്ചനും നമ്മുടെ രേണു ചേച്ചിയും, അതായത് രേഷ്മ പി തങ്കച്ചനൊക്കെ ഈ കളി കളിക്കുന്നതെങ്കിൽ ബോധിപ്പിക്കണം. ആരെ? കോടതിയെ ബോധിപ്പിക്കണമെന്നേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നത് കോടതിയെ ബോധിപ്പിക്കണം. അത് ബോധിപ്പിക്കേണ്ടി വരും. കിച്ചു സൈൻ ചെയ്ത് കൊടുക്കാത്ത പക്ഷം ഇവർക്ക് ഈ പ്രോപ്പർട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. 7 സെന്റ് എന്ന് പറഞ്ഞു. 3.5 സെന്റിനകത്ത് എന്ത് വേണമെങ്കിലും രേണുസുധിക്ക് ചെയ്യാം. കാരണം ഋതപ്പന്റെ അവകാശം വെച്ചുകൊണ്ടും അവൻ മൈനർ ആയതുകൊണ്ടും. എന്നാൽ ബാക്കി വരുന്ന 3.5 സെന്റിൽ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ചെയ്യാം. അല്ലാത്ത പക്ഷം അച്ഛനോ രേണുവിനോ തങ്കച്ചനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ ഇതൊന്നും എന്തറിഞ്ഞിട്ടാണ് അച്ഛൻ ഈ സോഷ്യൽ മീഡിയ എനിക്കറിയാം സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ ഇന്റർഫിയർ വന്നിട്ടില്ല. രേണുവിൻ്റെ ആയിക്കോട്ടെ അച്ഛൻ്റെ ആയിക്കോട്ടെ ലൈഫിലെ ഒരു വ്യക്തികളും ഇന്റർഫിയർ വന്നിട്ടില്ല. നിങ്ങളാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അരി വാങ്ങിക്കായിരിക്കും എന്നെ പോലുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഞാനൊക്കെ വെറും കുഞ്ഞാവകളാണ്. എൻ്റെ സീനിയേഴ്സ് ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. ഇവരെല്ലാവരും വരും, നിങ്ങളെ ഡയറക്റ്റ് വിളിക്കും, കോൺടാക്ട് ചെയ്യും, നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കും. സ്വാഭാവികം. അവിടെയൊക്കെ വന്ന് ഞെളിഞ്ഞിരുന്ന് മറുപടി കൊടുത്തിട്ട് ഇപ്പം അവരാണ് കുത്തിത്തിരിപ്പുണ്ടാക്കി, അവരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയേണ്ട ഒരാവശ്യം അച്ഛനില്ല. കാരണം സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി മണപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരേ അല്ല, അത് അച്ഛൻ തന്നെയാണ്. പിന്നെ അച്ഛനെ വെച്ച് അവളൊന്ന് നോക്കിയതാണ് ഈ സ്ഥലവും വീടും എങ്ങനെയെങ്കിലും അവളുടെ പേരിലേക്ക് മാറ്റാൻ പറ്റുമോ. കാരണം ക്യാൻസറൊക്കെ വന്ന സമയത്ത് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് കുറേ പൈസ അനാവശ്യമായി പോയി, കയ്യിൽ അധികം സമ്പാദ്യമില്ല എന്നുള്ള കാര്യം. കാരണം അതുകൊണ്ടാണല്ലോ കിടന്ന് അവൾ വീഡിയോ ചെയ്ത് നിങ്ങൾ എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ഇനോഗ്രേഷൻ തരണേ. കാരണം തൻ്റെ സമ്പാദ്യത്തിന് എന്താണ് തൻ്റെ സമ്പാദ്യം എന്ന് അവൾക്ക് നല്ലതായിട്ട് അറിയാം. അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടിൻ്റെ എത്ര അക്കൗണ്ട് എന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാമേ. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൾ ഇറങ്ങും. കാരണം എങ്ങാണ് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയി എൻ്റെ കൊച്ച്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ചേച്ചി, കിച്ചു വന്നു കഴിഞ്ഞാൽ പണി പാളുമെന്നറിയാം. അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടി കളിക്കുന്നൊരു കളി നമുക്കിത് മനസ്സിലാകാൻ അച്ഛൻ വിചാരിക്കരുത്. കാരണം നമ്മളും അരിയാഹാരം കഴിക്കുന്ന അതിൻ്റെയാണ് ഈ വണ്ണം എല്ലാം വെച്ചിരിക്കുന്നത്. പോട്ടെ. അപ്പോൾ പിന്നെ അച്ഛനൊന്നില്ലെങ്കിൽ നന്നാവ്, അല്ലെങ്കിൽ ഈ പട്ടം ഉപേക്ഷിച്ച് തൊഴിലുറപ്പിന് പോകും. എനിക്കത്രേ പറയാനുള്ളൂ. കാരണം ഈ കുഞ്ഞായ്മയും പരദൂഷണവും ഈ പരിപാടിയൊക്കെ ഏറ്റവും കൂടുതൽ ചേരുന്നത് അത് അവിടെയാണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരും ഇതാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഈ ഞാനും കുടുംബശ്രീക്ക് പോകുന്ന, തൊഴിലുറപ്പിന് പോകുന്നില്ലെന്നേ ഉള്ളൂ, കുടുംബശ്രീക്ക് പോകുന്നതാണ്. അപ്പം എന്നെപ്പോലെ ആൾക്കാർ അവിടെയുണ്ട്. അപ്പം ഞങ്ങളൊരു 20 പേരിൽ അല്ലെങ്കിൽ ഒരു 18 പേരിൽ എനിക്കറിയാം ഒരു 5 പേര് അല്ലെങ്കിൽ 6 പേര് ഈ ടൈപ്പുകളാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. അച്ഛൻ്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അവരെയൊക്കെ ഓർമ്മ വന്നു. പെട്ടെന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ പിന്നെ എങ്ങനെ പട്ട നാളെ മുതൽ നമുക്ക് കുടുംബ ശ്രീമാൻ അതുപോലെ തന്നെ ഒരു തൊഴിലുറപ്പ് ഈ പരിപാടിക്ക് കാര്യമായിട്ട് പറഞ്ഞു. അല്ല പിന്നെ പുല്ല് കേട്ടുമ്പ ഞാൻ ഇതിൻ്റെ കൂടെ അച്ഛൻ്റെ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നില്ല. കാരണം തന്നെ എനിക്ക് ഇപ്പം തന്നെ എൻ്റെ വീഡിയോ ലോങ് ആയിട്ടുണ്ട്. ഇനി അവരുടെ വീഡിയോ കൂടെ കുത്തി കയറ്റി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് അച്ഛൻ്റെ ഓരോരോ മനുഷ്യന് മനസ്സിലാവാത്ത കുറച്ച് മറുപടി, അതായത് എനിക്കറിയത്തില്ല അങ്ങനെ ഇതൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് കെട്ടിക്കൊണ്ട് വന്ന് മറുപടി പറയുന്നതാണോ ദൈവമേ. ഇത്രമാത്രം ഈ മറുപടി പൊന്നെ എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. ഇമ്മാതിരി ഒരു ലോജിക്കില്ല, അതൊരു സെൻസില്ലാത്ത മറുപടി പറയാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതൊക്കെ ഈ മനുഷ്യനെ കൊണ്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അതൊന്ന് പോയി കണ്ട് കുറച്ച് നേരം ചിരിക്കുന്ന ഹെൽത്ത് നല്ലതാണ്. ആയുസ് കൂടുന്നില്ല ചിരിച്ചാൽ. അപ്പം നിങ്ങളൊന്ന് ചിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട, ഞാനങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അല്ലേ? സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അങ്ങനെ പല പരിപാടികളുണ്ട്. പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്തേരെ. എന്നാലല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോവുമായിട്ട്. ഈ എന്താ പറയുക, മരുന്നടിച്ച് ഫിറ്റായിട്ടിരിക്കുകയാണ് ഞാൻ. ചുമ്മാ കേട്ടോ, ഞാൻ ഗുളിക കഴിച്ച് ആകെപ്പാടെ റിലേ പോയിരിക്കുക. 1-2 ഗുളികയാണ്. എത്ര ഗുളിക കഴിക്കേണ്ടതെന്ന് അറിയാമോ ദിവസം? ആകെപ്പാടെ 15 ദിവസത്തേക്കുള്ള ഗുളികയാണ് ഇരുന്ന് കഴിക്കേണ്ടത്. അപ്പം ഇതൊക്കെ കഴിച്ച് ഞാനൊരു പരിപാടി. പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.